തെരഞ്ഞെടുപ്പ് റിസൾട്ട് എല്ലാം വന്ന് കഴിഞ്ഞ് ഒരു പരുവമായിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ കേരളത്തിൽ ഇടതുഭരണം എല്ലാ അർത്ഥത്തിലും തൂത്തെറിയപ്പെട്ടിരിക്കുന്നു. പകരം UDFിൻ്റെ ഒരു തരംഗമായി മാറിയിരിക്കുന്ന ഒരവസ്ഥ. പക്ഷെ അതിനിടയിൽ പോലും ഏറ്റവും വലിയൊരു തരംഗമായി മാറിയത്, അല്ലെങ്കിൽ ഏറ്റവും പ്രതീക്ഷിക്കാത്ത അട്ടിമറി വിജയങ്ങൾ നേടിയിരിക്കുന്നത് BJP ആണ് എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ഒന്നല്ല, അക്കൗണ്ടില്ലാതിരുന്ന BJPക്ക് ഇവിടെ ഒന്നല്ല 3 സീറ്റുകൾ BJPക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു. BJPക്ക് ഇപ്പോൾ 3 MLAമാർ കേരളത്തിലുടനീളം ഉണ്ടായിരിക്കുന്നു. അതായത് നേമം, കഴക്കൂട്ടം, പ്രതീക്ഷിക്കാത്ത അട്ടിമറി വിജയം നേടിയ ചാത്തന്നൂർ, ഈ 3 സ്ഥലങ്ങളിലും ഇപ്പോൾ BJP MLAമാർ ഉണ്ടായിരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും ഒരു വലിയ ഞെട്ടലോടെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയും ഒരുപോലെ കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതുപോലുള്ള അട്ടിമറി വിജയം, അവസാന ഫോട്ടോ ഫിനിഷിങ്ങിൽ ഈ പറയുന്ന മുരളീധരൻ്റെ ഒരു അട്ടിമറി വിജയം, അത് പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള ഒരു നേട്ടമാക്കി BJPക്ക് മാറ്റാനായിട്ട് ആ 3ാം വിജയം സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും കേരളത്തിൽ താമര വിരിയത്തില്ല എന്ന് പറഞ്ഞ ഇടതിനും വലതിനും ഒരുപോലെ തിരിച്ചടി ലഭിക്കുന്ന തരത്തിലോട്ടായി പോയി BJPയുടെ ഈ 3 താമര വിരിഞ്ഞത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ UDF ഒരു തരംഗമായി മാറിയിരിക്കുന്നു. അതായത് UDF കേരളത്തിലുടനീളം സെഞ്ചുറിക്കപ്പുറം കടന്നുകൊണ്ടുള്ള ഒരു വിജയ നേട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ തരംഗമായി മാറിയിരിക്കുന്നു ഇപ്പോൾ BJPയുടെ ഈ ഒരു അട്ടിമറി വിജയങ്ങളും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പൂർണ്ണതോതിൽ ഇപ്പോൾ തരിപ്പണമായിരിക്കുന്നത് ഇടതുപക്ഷമാണ് എല്ലാ അർത്ഥത്തിലും എന്നുള്ളതാണ് പറയേണ്ട കാര്യമെന്ന് പറയുന്നത്. എന്തൊക്കെ തന്നെയായാലും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം നന്നേ ആഞ്ഞടിച്ചു. അതിൻ്റെ നേട്ടം UDFും കൊയ്തു, അതോടൊപ്പം തന്നെ BJPയും കൊയ്തു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനിയാണ് യഥാർത്ഥ കളി കാണാനായി കിടക്കുന്നത്. നിയമസഭയിൽ ഇനി 2 മുന്നണികളല്ല 3 മുന്നണികൾ, അതും BJPയിലെ 3 പ്രധാനപ്പെട്ട MLAമാർ. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള മുരളീധരൻ, അതോടൊപ്പം തന്നെ ചാത്തന്നൂരിൽ നിന്ന് വിജയിച്ച ഗോപകുമാർ, ഈ 3 പേരും തീർച്ചയായിട്ടും വരുന്ന നാളുകളിൽ നിയമസഭയിൽ 3ാം മുന്നണിക്ക് വളരെയധികം ശക്തിപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് കെൽപ്പുള്ളവരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വലിയൊരു അട്ടിമറി വിജയമാണ് BJP ഇവിടെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. ഇത് ഇനി എന്താണ്, ഇനി മുന്നോട്ടുള്ള നാളുകളിൽ BJPയുടെ നീക്കം എന്താണ്? തീർച്ചയായിട്ടും പ്രതിപക്ഷം എന്നുള്ള തരത്തിലേക്ക് ഉയർന്നു വരാനായിട്ട് BJPയുടെ ഒരു തുടക്കം എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം ആരും പ്രതീക്ഷിക്കാത്ത 3 വിജയങ്ങളാണ് ഇപ്പോൾ BJPക്ക് കേരളത്തിൽ നേടിയെടുക്കാൻ സാധിച്ചത്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കത്തില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഇടതിനും വലതിനും ഒരുപോലെ 8ൻ്റെ പണി കൊടുക്കുന്ന തരത്തിലോട്ടായി പോയി ഈ ഒരു വിജയം എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ അർത്ഥത്തിലും പ്രതീക്ഷിച്ച പലരും പരാജയപ്പെട്ടു പോയെങ്കിലും പ്രതീക്ഷിക്കാത്ത പല വിജയങ്ങളും അതോടൊപ്പം തന്നെ പ്രതീക്ഷ വച്ച വിജയങ്ങളും ഇപ്പോൾ BJPക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയ കളികൾ, അതിൽ വളരെയധികം നിർണായക പങ്ക് വഹിക്കാനായിട്ട് BJPക്ക് സാധിക്കുമെന്നുള്ളത് തെളിയിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഈ 3 വിജയങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു തരംഗം കേരളത്തിൽ BJPക്കും UDFിനും അനുകൂലമായി മാറിയിരിക്കുന്നു. ഇടതുപക്ഷം പൂർണ്ണതോതിൽ ഇല്ലാതാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് മുഴുവനായി കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്.